സാംസങ്ങിന്റെ സാംസങ് A56 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളൊക്കെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ വിലയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് A56 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ് A56 5Gയിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഇതിൽ അമുലഡ് ഡിസ്പ്ലേ വരും, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 1200 നിറ്റ്സ് ആയിരിക്കും. ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഇതിൽ വരും. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരും. ഫോണിന്റെ വെയിറ്റ് വരിക ഏകദേശം 197 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.4 mm ആയിരിക്കും. IP67 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യമാണ്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എക്സിനോസിന്റെ 1580 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഈ ഒരു ഫോണിന്റെ വില 42,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമായിരിക്കും ഇത്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലും വരുന്നതായിരിക്കും. 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള 1UI സോഫ്റ്റ്വെയർ ഇതിൽ വരും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. വോയിസിന്റെ സപ്പോർട്ട് വരും. പിന്നെ 12 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. ഇത് കൂടാതെ 5 മെഗാ ഒരു മാക്രോ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 12 മെഗാ സെൽഫി ക്യാമറ വന്നേക്കാം. അപ്പോൾ തിരക്കില്ലാത്ത ഒരു നല്ലൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ ഇതിൽ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരും. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഫോണിന്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല, അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ March 2 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഏകദേശം കൺഫേം ആയതുപോലെയാണ്. ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും അവർ പല സൂചനകളും തന്നിട്ടുണ്ട്. പിന്നെ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളിലും ഇതാണ് പറയുന്നത്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില 41,999 രൂപയും 8GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില 44,999 രൂപയും 12GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില 47,999 രൂപയുമായിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻസ് വന്നിട്ടില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് വളരെ മികച്ച ഫീച്ചേഴ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് ഇത്. എന്തായാലും സാംസങ്ങിന്റെ A56 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.